എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 31 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ, അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട്, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ
പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറ്, മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പറ്, ആ വിഷയങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ, ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാൻ പോയിടണം വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എസ്റ്റേഷൻ എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമമായിട്ട് ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതായത് അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. കർത്താവ് രോഗികളെ ആശീർവദിക്കുന്നു. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഓരോ രോഗങ്ങളെ പീഡ അനുഭവിക്കുന്നവരും ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ, കുടലിലെ കുരുക്കൾ, അൾസർ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവരെ, എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവരെ, അവരെല്ലാം സങ്കടപ്പെടുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ, ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ, ഇതുവരെക്കും അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ, ഓരോരോ വിഷയങ്ങളിൽ വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കൂടെ ആ അപേക്ഷ സംഭവിക്കുകയും വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ, ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളത് വിചാരിച്ചത്, ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിഡ്ഢികൾ സഹോദരിക്കുന്നവരെ കർത്താവെ, അവരെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ, അവർക്ക് നിലനിൽപ്പിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങ് സ്പർശിക്കുന്നവരെ, അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കരുണ നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിത വൃത്തിക്ക് വേണ്ടി വിഷമിക്കുന്നവരെ കർത്താവെ, അവരുടെ സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവരെ
ഓരോരോ വാതിലും മുട്ടുന്നവരെ എന്നിട്ടും തുറക്കാതെ അവൻ കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. പരിശുദ്ധ അവിടെ കരഗ്രഹിക്കട്ടെ. അവിടെ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കിയാൽ ഉപദേശിക്കുന്ന നല്ല ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ, ആരെക്കുറിച്ചാണോ, എന്തിനെക്കുറിച്ചാണോ നീ ആകുലപ്പെടുന്നത് ആ വിഷയം, അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും ഭവനമില്ലാത്ത അവസ്ഥയായാലും എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ കൃപ ഞാൻ അർപ്പിക്കുന്ന കൃപാന്റെ ശക്തിയാൽ നീ ഈശോയുടെ സാന്ത്വനം അനുഭവിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാനുമായ സർവീശ്വര നയിക്കുവാമേ. നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ തീഷ്ണതയുടെ ബാക്കി ഇന്നലേക്ക് ഇപ്പം എപ്പോഴും ലിങ്കിങ് ഉണ്ടാകും കേട്ടോ. ഇപ്പം ഇന്നലെ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? ഞങ്ങളത് പറിച്ച് കളയട്ടെ നോക്കുമ്പോൾ പറയും, നിങ്ങൾ കളയണ്ട, നിൽക്കട്ടെ, യുഗാന്ത്യമാകുമ്പോൾ ഞാനത് എൻ്റെ രീതി ചെയ്തോളാം എന്ന് പറയും. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കൂടെ അവിശ്വാസത്തിൻ്റെ കളകളുണ്ടാകും. നമ്മുടെ ഉള്ളിലും ഉണ്ടാകും, പുറത്ത് സമൂഹത്തിലും ഉണ്ടാകും. എന്നിട്ട് വിശ്വാസത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നതിന് പരീക്ഷണങ്ങളുണ്ടാകും. ചിലർ പരീക്ഷണത്തിൽ അങ്ങ് അകപ്പെട്ടു പോകും. ചിലർക്ക് പരീക്ഷണങ്ങളെ വിജയിക്കാൻ വേണ്ടി അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കാരണം അവന് സത്യസന്ധതയ്ക്ക് ദൈവം അവൻ്റെ കഴിവിൽ കൂടിയ പരീക്ഷണം കൊടുക്കത്തില്ല. അത് ദൈവം ചെയ്യുന്ന ഒരു ആനുകൂല്യമാണ്. 1 കൊരിന്ത്യർ 10:13 നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ആർക്കാണ് നൽകണത്? വിശ്വാസികൾക്കാണ് നൽകണത്. വിശ്വാസികൾക്ക് ദൈവം അവരുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം കൊടുക്കത്തില്ല, ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ പതിരും കതിരും തമ്മിൽ വേർതിരിക്കണത്. ഇപ്പം ചില ആൾക്കാർ കളകളെന്ന് പറയുന്ന ആ മത്തായി 13:27 കക്ഷികൾക്ക് അവർ പ്രലോഭനങ്ങളെ താങ്ങാതെ അവർ വീണുപോകും. വെളിപാട് 3:8 നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കേട്ടു. ഈ നിന്റെ ശക്തി പരിമിതമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ സ്ഥലത്ത് വെച്ചാണ് ഈ 1 കൊരിന്ത്യർ 10:13 ചേർത്ത് വെക്കേണ്ടത്. എന്താണ് നിന്റെ ശക്തി പരിമിതമാണ്? എന്തിനാണ് ശക്തി പരിമിതമായിരിക്കുന്നത്? പ്രലോഭനങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി. അപ്പം ദൈവം ഒരു ആനുകൂല്യം കൊടുക്കും. എന്താണ് അവർ കൊടുക്കുന്നത്? പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇവിടെ വെച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി പരിമിതമായത് കൊണ്ടാണ് ഈ ശക്തി നൽകണത്. അപ്പോൾ ഈ ശക്തിയാണ് ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാർക്ക് അവരുടെ ആളുടെ കുഴപ്പങ്ങൾ കൊണ്ട് അനുഭവവേദ്യമാകാതെ വരണത്. ഇവിടെ വെച്ചാണ് പതിരും കതിരും ഒക്കെ തിരിയണത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നീ ഉറച്ചു നിൽക്കണമെന്ന് പറയും. ഈ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? തീഷ്ണത കൊണ്ടായിരിക്കും, അല്ലേ? തീഷ്ണത കൊണ്ടും അതീവ തീഷ്ണത കൊണ്ടുമാണ് ഉറച്ചു നിൽക്കുന്നവർ. അപ്പം അതുകൊണ്ട് ഏലിയാണ് തീഷ്ണതയുടെ വലിയ ആൾ. ആരെല്ലാം വീണു പോയാലും വീഴ്ത്തിയാലും വീഴാതെ നിൽക്കുന്ന ഒരാളാണ് ഏലിയാവിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവത്തിന് അറിയാം. എങ്കിലും ഏലിയാവിൻ്റെ വായിന്നത് കേൾക്കുന്നതിന് വേണ്ടിയാണ് പിന്നെയും ചോദിക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരിലെ 19:9 19:13 ദൈവം ഒരേ ചോദ്യം ചോദിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 19:9 അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. ഏലിയ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഏലിയ പറയും എന്താണ് സംഭവിച്ചതെന്ന് പറയും.
എന്താണ് ചുറ്റുമുള്ളവർ, ഇസ്രായേൽ ജനം ഉടമ്പടി ഇതിൽ അവിശ്വസ്തത കാണിച്ചു. നമ്മുടെ പ്രവാചകന്മാരെ ജെസബേൽ വധിച്ചു, ഞാൻ മാത്രം അവശേഷിച്ചു. ഈ ഞാൻ മാത്രം അവശേഷിച്ചു എന്ന് 2 പ്രാവശ്യം ഏലിയ പറയുന്നുണ്ട്. 1 രാജാക്കന്മാർ 19-14 വായിച്ചേ. അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അതാണ് നമ്മുടെ നല്ല കാര്യങ്ങൾക്കെല്ലാം കൂടെ നിന്ന് ചില ആൾക്കാരും നമുക്കൊരു മോശം ടൈം വരുമ്പോൾ അവരങ്ങനെ എന്താ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ എന്ന് ചോദിക്കത്തില്ലേ, അതുപോലെ ഓരോരുത്തരും പോകുന്നുണ്ട്. അതാണ് ഇത്രയും തീഷ്ണമായിട്ട് ഏലിയ പറയണത്. നീ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയായി ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അങ്ങനെ ഉടമ്പടി ബ്രേക്ക് ചെയ്തു, വിശ്വസ്ത കാണും. പിന്നെ എന്താ പറയണത്? അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തു. അങ്ങയുടെ അവര് കുർബാന നടക്കത്തില്ലേ? അതാണ് ഈ സംഭവം. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് നമ്മൾ ചോദിച്ച കാര്യം ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമ്മളൊന്ന് കുർബാന മുടക്കത്തില്ലേ? അപ്പം ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിൽക്കണവനും മുടക്കും, ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിൽക്കണവനും മുടക്കും. അവർ തങ്ങളുടെ ബലിപീഠങ്ങൾ തകർത്തു. അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. നമ്മുടെ അച്ഛന്മാരെയൊക്കെ പള്ളിയിൽ വീട്ടിലിരുന്നുകൊണ്ട് എപ്പോഴും പള്ളി കമ്മിറ്റിയിലും മറ്റു സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവർ അവരുടെ കുഞ്ഞുമക്കളെ കേൾക്കുകയും പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചൊക്കെ തോന്നിവാസങ്ങൾ പറയുകയില്ലേ. അവർ തങ്ങളുടെ പ്രവാചകന്മാരെ, ചില അച്ഛന്മാരായാലും ശരി ആരായാലും ശരി, അവർക്ക് മാനുഷികമായിട്ട് ബലഹീനതയൊക്കെ ഉണ്ടാകാം. പക്ഷേ അതേസമയം തന്നെ സ്ഥിരമായിട്ട് അച്ഛന്മാരെ വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് കൊടിയ നിരീശ്വരന്മാരുണ്ടാകും. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പ്രഭു അങ്ങനെ നല്ല വിത്തല്ലേ വിതച്ചത്, കടകൾ എങ്ങനെ ഉണ്ടായി. ഇപ്പം ദൈവം വിതക്കുമ്പോൾ വീട്ടിലുള്ളവർ തന്നെ അത് എടുത്ത് മാറ്റും. ഇപ്പം കാറ്റഗിസത്തിൻ്റെ ദിവസങ്ങളിൽ കല്യാണത്തിന് മക്കളെയും പിടിച്ചുകൊണ്ട് പോകുന്ന അമ്മമാരില്ലേ, അപ്പോൾ അമ്മമാരുടെ മുമ്പിൽ പിള്ളേർക്ക് മനസ്സാകും കാറ്റഗിസത്തിന് വലിയ കാര്യമൊന്നുമില്ല, അമ്മയല്ലേ ദൈവം അവരുടെ. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ തന്നെ, ഇപ്പം നിങ്ങളെ മക്കൾ കഞ്ചാവാണ്, മക്കളെ പോലീസ് പിടിച്ചു, അവരൊന്നും ചെയ്തില്ല വെച്ചാൽ എന്നൊക്കെ നിലയം പിടിച്ച് വരികയല്ലേ. അപ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ നല്ല കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവപേടി കൊടുക്കാതെ അടിയന്തരത്തിന് അനിയത്തിൻ്റെ കല്യാണം മനസ്സമ്മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറ്റഗിസം മുടക്കി ഇതിനൊക്കെ വലിച്ചുകൊണ്ട് പോകണില്ലേ. അതിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം അത് അന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ദൈവം നിങ്ങളെ എടുത്ത് കളഞ്ഞു. അത് ശത്രു ചെയ്ത പണിയാണെന്ന് കളകൾ വിതച്ചു. അതിനേക്കാൾ പ്രധാനപ്പെട്ടാണ് മനസ്സമ്മതം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും. അപ്പം നമുക്കറിയത്തില്ല, പിന്നീട് ഇത് തിരിച്ചു വരും എല്ലാം കൂടി. അപ്പം നമ്മൾ താങ്ങത്തില്ല, ജയിലിൽ പോയി കാണേണ്ടി വരും. അതാണ് പ്രശ്നം. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ തന്നെ എപ്പോഴും സന്ദേഹമാണ്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് ഈ ഏരിയ പ്രത്യേകം പറയണത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കൂടെ നേരൊക്കെ പോയി, ഞാൻ മാത്രം അവശേഷിച്ചു. അപ്പോൾ ദൈവത്തിനുസന്നിധി ചിലപ്പോൾ 99 പോയെന്ന് വരും. അപ്പോഴും നീ മാത്രം അവശേഷിക്കാൻ വേണ്ടി നിനക്കും എനിക്കും വേണ്ടി എഴുതിയ സുവിശേഷമാണിത്. ഞാൻ മാത്രം അവശേഷിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും ആത്മീയ വീഴ്ചകളും വിശ്വാസ തകർച്ചകളും സംഭവിക്കുമ്പോഴും ഏലിയായെ പോലെ വിശ്വാസത്തിന്റെ പേരിലെ ദൈവസ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അതിജീവിക്കുവാൻ അവശേഷിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്.